മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മുമ്പേ പറഞ്ഞതുപോലെ അണക്കെട്ടിന്റെ നിർമ്മിതിയുടെ തകരാറ് കൊണ്ടാ മാത്രമല്ല, അവിടെ വരുന്ന ഫ്ലഡിന്റെ പ്രശ്നം കൊണ്ട് ഒഴുകി വരുന്ന വെള്ളം ഒരു പക്ഷേ നേരെ ഇടുക്കിയിൽ എത്തിക്കൊള്ളണമെന്നില്ല. ഇടുക്കി താന്നില്ലെങ്കിൽ അതുണ്ടാവുന്ന ഭീകരത എത്ര ഭയാനകമായിരിക്കും. ഇടുക്കി താങ്ങിയില്ലെങ്കിൽ അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കണ്ട, വരുമ്പോൾ അനുഭവിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലാത്തതാണ്. നമ്മളെപ്പോഴും ഭയക്കേണ്ടത് എന്നാണെന്നറിയോ, ഇതൊരു അനാവശ്യമായ നിർമ്മിതിയാണ്. ഭരണകൂടത്തിന് ഇതിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാകാൻ എന്താ ചെയ്യാ? ഭരണകൂടത്തിന് ശ്രദ്ധ ഉണ്ടാകണ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഈ കാര്യത്തിലൊരു ഐക്യം ഉണ്ടാകും. ഇതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നതും പറഞ്ഞിട്ടുള്ളതും അണക്കെട്ട് അപകടാവസ്ഥയിലാണ്. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാറ്റിയും തിരിച്ചും പറയരുത്. 2011 പിണറായി വിജയൻ തന്നെയാണ് CPM ജനറലിന്റെ സെക്രട്ടറി ആയി, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. പിന്നെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇവിടെ മറൈൻ ഡ്രൈവ് വരെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പറഞ്ഞു മിണ്ടിപ്പോരുത്. അതെങ്ങനെ മാറി? 12-ന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അണക്കെട്ടിന്റെ പേര് കിളുത്തു. വിജയ്ക്ക് വിജയുടെ സ്റ്റേറ്റിന്റെ താല്പര്യങ്ങളാണ് വിജയ്ക്ക് മുഖ്യം. ബാക്കിയൊക്കെ രണ്ടാമത്തെ കാര്യം. വിജയിന് സിനിമയിൽ അഭിനയിക്കുന്നില്ല, മലയാളിയുടെ സ്നേഹമൊന്നും വേണ്ട, പ്രശ്നം തീർന്നില്ലേ? നമ്മൾ മറ്റുള്ളവരുടെ ആനുകൂല്യത്തിനല്ല നിൽക്കുന്നത്. നമ്മൾ നമ്മളുടെ നിലപാട് തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തണം, തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനു മുമ്പേ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതുണ്ടോ ഇല്ല? കൊച്ചാണാണോ പെണ്ണാണോ എന്ന് പറ, സർക്കാർ പറ. 2014 കോടതി പറഞ്ഞു, ഇത് വിധി പറഞ്ഞു, പൊട്ടുകാലെന്ന് പറഞ്ഞതോടുകൂടി ഇതെല്ലാം നമ്മൾ മടക്കി വെച്ചു. പിന്നെ നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. പക്ഷെ നമുക്ക് ആശങ്കയുണ്ട്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം 152 അടി ലെവലിലേക്ക് വാട്ടർ ലെവൽ ഉയർത്താൻ, മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ഒരു നിലപാട്, ആ നിലപാട് എന്നും അതേ നിലപാടാണ്. നമുക്ക് ഈ 2014 സുപ്രീം കോടതി പറഞ്ഞില്ലേ, ഇനി പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ താത്തു വെച്ചു. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മുമ്പേ പറഞ്ഞതുപോലെ അണക്കെട്ടിന്റെ നിർമ്മിതിയുടെ തകരാറ് കൊണ്ടാ മാത്രമല്ല, അവിടെ വരുന്ന ഫ്ലഡിന്റെ പ്രശ്നം കൊണ്ട്, അപ്രതീക്ഷിതമായൊരു ഫ്ലഡ് വന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ആ മൺതിട്ട ഇടിഞ്ഞു പോയാൽ തന്നെ ഒഴുകി വരുന്ന വെള്ളം ഒരു പക്ഷേ നേരെ ഇടുക്കിയിൽ എത്തിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇടുക്കിയിലെത്തിയാൽ ഇപ്പോൾ സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് ഇടുക്കി താങ്ങും. അത് ഈ വാദത്തിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ വടി കൊടുത്ത് അടി മേടിക്കാറുണ്ട്. അങ്ങനെ മേടിച്ചൊരു സാധനം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് താഴ്വരയിലുള്ള ഇടുക്കി അണക്കെട്ട് ഒരിക്കലും നിറഞ്ഞിട്ടില്ല എന്നൊരു വാദം നമ്മൾ എന്തിനോ വേണ്ടി പറഞ്ഞു. അത് കേട്ടപ്പോൾ സുപ്രീം കോടതി വിചാരിച്ചു, എന്നത് നിറഞ്ഞോട്ടെ, ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചെന്ന് അവിടെ നിറയല്ലേ ഉള്ളൂ, അത് അവിടെ താങ്ങിക്കോളും എന്ന് സ്വാഭാവികമായി പറഞ്ഞല്ലോ. അത് സുപ്രീം കോടതി ഇതെല്ലാം വന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതല്ലോ, നമ്മുടെ വായന്ന് കൂടെ നാവുപഴയുടെ ഭാഗമായിട്ട്. ഈ മുല്ലപ്പെരിയാറിന്റെ അടിവാരം മുതൽ ഇടുക്കി ഡാം വരെ എത്ര ജനങ്ങൾ തിങ്ങി പറക്കുന്നുണ്ടാവും? ഒരു 5 ലക്ഷത്തിന് മുകളിൽ എന്തായാലും ഉണ്ട്. കാരണം 2-3 പഞ്ചായത്തിലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ, പിന്നെ ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ 3 ആ പഞ്ചായത്തിൻ്റെ മുഴുവൻ ജനങ്ങളും അവിടെയല്ല, ഈ നദിയുടെ തീരങ്ങളിൽ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ മിനിയാന്ന് ഈ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് റോഡ് ഈ പാലത്തിലൂടെ, ചപ്പാത്ത് എന്ന് പറയുന്ന ഹൈറ്റുള്ള പാലമല്ല, ചെറിയ പാലം, ആ പാലത്തെ ടച്ച് ചെയ്താൽ വെള്ളം ഒഴുകിയത് ഈ മഴ പെയ്തപ്പോൾ തന്നെ. അപ്പോൾ അതൊരു 2 ദിവസമാണ് അതേ രീതി പെയ്യുകയാണെങ്കിൽ ആ നദീ തീരത്തുള്ള വീടുകളൊക്കെ. 3 പഞ്ചായത്തേ ഉള്ളെങ്കിൽ 5 ലക്ഷം പേര് വരുമല്ല. അല്ല, ഞാൻ പറഞ്ഞ 3 പഞ്ചായത്ത് മാത്രമല്ല, ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കുറേ പ്രദേശങ്ങളുണ്ട്. ഈ ജനങ്ങൾ മുഴുവനല്ല, ഇനി പോട്ടെ 1 ലക്ഷം ഒന്ന് കൂട്ടും. ഇപ്പം ഞാൻ കൃത്യമായൊരു കണക്കല്ല പറഞ്ഞു, അവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരാളെ ഉള്ളെന്നിരിക്കട്ടെ, അയാളെ പുനരധിവസിപ്പിച്ചിട്ട് ചിന്തിച്ചാൽ പോരാ, അതിലെ അവിടെ പോകக்கூടാതെ. ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനവും ഇല്ലാതെ അവിടെ താമസിക്കുന്നവരൊന്നും മനുഷ്യരേ അല്ലെന്നുള്ളൊരു പരിഗണനയിലല്ലേ മുല്ലപ്പെരിയാർ ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഇടുക്കി താങ്ങിക്കൊള്ളും. ഇടുക്കിക്കും മുല്ലപ്പെരിയാറിന് ഇടയിലുള്ള ഒരു ഭൂപ്രദേശത്തെക്കുറിച്ചോ അവിടുത്തെ മനുഷ്യനെക്കുറിച്ചോ അവിടുത്തെ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടായിരുന്നു? ഒരു പരിഗണനയില്ലാതെ ആ ഒരു അഭിപ്രായം. ഇനി ഇടുക്കി താങ്ങില്ലെങ്കിൽ അതുണ്ടാവുന്ന ഭീകരത എത്ര ഭയാനകമായിരിക്കും. ഇടുക്കി താങ്ങിയില്ലെങ്കിൽ അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞ ആളുകളെ പേടിപ്പിക്കണ്ട, വരുമ്പോൾ അനുഭവിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ കേരളം നടുകൊണ്ടില്ലാണ്ടാവും. പൂർണ്ണമായും. പണ്ട് കേരളത്തെ ഇതേ പെരിയാർ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ നിന്ന് തിരുവിതാംകൂറിനെ രക്ഷിച്ചതല്ലേ. അന്നത് രണ്ടായിട്ട് അത് അണക്കെട്ട് തകർത്തിട്ടൊക്കെയാണ്, അതെന്നാലും ആട്ടെ. അതുപോലെ ഒരു പിളർന്ന് രണ്ട് ഭൂപ്രദേശമായി മാറി നിലവിലിരിക്കും.
എന്തൊക്കെയാണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ഈ പ്രകൃതി ദുരന്തം? ഇത് ഒന്നുമില്ലാത്തത് ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പന്നിയാറുകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയതാണ്. അതായത് അവിടെ ചെറിയ ഒരു ജനറേഷനാണ് പവർ ഹൗസ് അവിടെയുള്ള. ആ ജനറേഷനിലേക്ക് കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ 3 പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ ഒരെണ്ണം പൊട്ടിയതാണ്. അന്ന് ഒലിച്ചു പോയൊരു KSEB എഞ്ചിനീയറുടെ ബോഡി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ പ്രദേശം മുഴുവൻ തകർന്നു പോയി ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയപ്പോൾ. അത് ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറയും. ഇപ്പോൾ PC ജോർജിൻ്റെ വീട്ടിൽ വെള്ളം കയറി 30 ലക്ഷം രൂപ നഷ്ടം എന്ന് പറഞ്ഞു. ഞാനൊരു 3 തവണ വീട്ടിൽ പോയിട്ടുണ്ട്. മുന്നിക്കൂട്ടി കൊച്ചു തോടെഴുതുന്നൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ഈ വെള്ളം കയറണമെങ്കിൽ ചെറിയ മഴയാണെങ്കിൽ പെയ്ത് വലിയ മഴ പെയ്തിട്ട് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ലാത്തതാണ്. നമ്മളെപ്പോഴും ഭയക്കേണ്ടത് എന്നാണെന്നറിയോ? ഇതൊരു അനാവശ്യമായ നിർമ്മിതിയാണ്. ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. കാലം മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഞാൻ പറയാം. നമ്മളപ്പോൾ എല്ലാവരും ചോദിക്കും, നമുക്ക് ഇടുക്കി അണക്കെട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിന് കുഴപ്പമില്ലേ? തീർച്ചയായും ഉണ്ട്. 100 വർഷം കഴിയുമ്പോൾ ഇടുക്കി അണക്കെട്ടും ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കേണ്ടി വരും. നമുക്ക് എല്ലാ കാലത്തും ഈ ജലവൈദ്യുതിയെ ആശ്രയിച്ച് മാത്രം ഒരു ലോകത്തും നിലനിൽപ്പ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ 50 വർഷമായുള്ളൂ. 1976 ഇടുക്കി കമ്മീഷൻ. ഈ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് കേരളത്തിനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് ഇപ്പോൾ പ്രയോജനത്തെക്കാൾ കൂടുതൽ ഇത് നമുക്ക് ബാധ്യതയാണ്. മുല്ലപ്പെരിയാർ ഒരു ബാധ്യതയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് അവിടെ ഇല്ല എന്ന് കരുതി കേരളത്തിന് ഒരു ദോഷം സംഭവിക്കാൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആകെ കൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ബേസ് ചെയ്തിട്ടാണ് തേക്കടി തടാകത്തിലെ ബോട്ടിങ്, വിനോദസഞ്ചാര മേഖലയിലെ ബോട്ടിങ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ധാരാളം വന്യജീവി സങ്കേതങ്ങളിൽ വിനോദസഞ്ചാരമുണ്ട്. അതൊന്നും ബോട്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല. പിന്നെ സഫാരി ഉണ്ട് വനത്തിനകത്തൂടെ. ഇപ്പോൾ ഇവിടെ അണക്കെട്ടില്ലെങ്കിൽ അതുവഴി റോഡുണ്ടാക്കി ആളുകൾക്ക് സഫാരി സൗകര്യം ചെയ്തു കൊടുത്താലും ആളുകൾക്ക് അതാ ഇഷ്ടം. ബോട്ടിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു. പിന്നെ രണ്ടാമത്തെ ഒരു പ്രയോജനമുള്ളത്, അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് മത്സ്യബന്ധനത്തിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ടൺ കണക്കിന് മത്സ്യം പിടിക്കുന്നതാണ്. ആ ഒരു ദിവസമൊക്കെ പോയി രാവിലെ മുതൽ രാത്രിയും മെനക്കെട്ടിരുന്ന 5 കിലോ മീൻ കിട്ടിയാലായി. അതാണ് അവിടുത്തെ അതിൽ നിന്നുള്ള ആദായം. അപ്പം ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അത് ഇല്ലാതായി പോയതുകൊണ്ട് കേരളത്തിന് വലിയ ദുരന്തമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നദിയുടെ വഴിക്ക് ഒഴുകുവാണെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ അത് തന്നെ. ഭരണകൂടത്തിന് ഇതിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാകാൻ എന്താ ചെയ്യുക? ഭരണകൂടത്തിന് ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഈ കാര്യത്തിലൊരു ഐക്യം ഉണ്ടാകണം. ഞാൻ പറയുന്നത് ഇതിന് ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനം പറയണം. അതായത് ആദ്യമായിട്ട് ഈ ഇഷ്യൂ ജനങ്ങളെ പാനിക്കാക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നത് ഇപ്പോഴത്തെ ഈ തലമുറ. മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിന് പ്രശ്നങ്ങളുണ്ടെന്നും അത് കണ്ടുപിടിക്കുകയും മെയിൻ്റനൻസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1935 മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. 1960-65 കാലത്ത് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ജനവാസമൊന്നും ഇത്രയില്ല, അല്ലെങ്കിൽ ഇത്രയും വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്നും അറിഞ്ഞിട്ടില്ല. 1979 ഒക്ടോബർ മാസം 23-ാം തീയതി, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മാസം 23-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് ഒക്ടോബറോ മറ്റോ 23-ാം തീയതി മറ്റോ മലയാള മനോരമയിൽ ഒരു വാർത്ത വരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് വളരെ അപകടാവസ്ഥയിലാണ്, അതിനകത്ത് ആനയ്ക്ക് ഇറങ്ങി നിൽക്കാവുന്ന സൈസ് വലിപ്പമുള്ള വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നു. ആ വാർത്തയെ ബേസ് ചെയ്തിട്ട് ഇത് കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ വരുവാണ്. അന്ന് വെറും 2 മാസം മാത്രം മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ CH മുഹമ്മദ് കോയയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് സബ്മിഷന് മറുപടി പറയുന്നത്. അദ്ദേഹം അതിനെ പൂർണ്ണ ഗൗരവത്തിലെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ വരികയൊക്കെ ചെയ്തതാണ് 79 ഉണ്ടായ കഥ. ഞാൻ പറഞ്ഞത് കേരള നിയമസഭയാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 79 മുതൽ കാലാകാലങ്ങളിൽ, ഇപ്പോൾ 2006 സുപ്രീം കോടതി വിധി വന്നപ്പോഴും കേരള നിയമസഭ ഐകകണ്ഠേന 140 MLA-മാരും നിയമസഭയിൽ കൈപൊക്കിയെങ്കിൽ അത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കൈപൊക്കിയത്. അപ്പം കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഐകകണ്ഠേന അവിടെ ചർച്ച ചെയ്തു. ഇത് അപകടകരമായൊരു അണക്കെട്ടാണ്, ആ അണക്കെട്ടിന് സുരക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ നിയമസഭ ചർച്ച ചെയ്യുകയും പലവട്ടങ്ങളിൽ പല സബ്മിഷനുകളും പല തീരുമാനങ്ങളും എടുക്കുകയും സുപ്രീം കോടതിയിൽ പോകാനും വക്കീലിന് പൈസ കൊടുക്കും. എത്ര കോടി രൂപ വക്കീലിന് കൊടുത്തു ഒക്കെ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഒരു മുഖ്യമന്ത്രിക്കോ ഒരു മന്ത്രിക്കോ ഒരു ദിവസം എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുമ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല, ആരും പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ തീരുന്നതാണ് മുല്ലപ്പെരിയാർ പ്രശ്നം. അതേ ഗവൺമെൻറ്, അതേ മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തോടു കൂടി കേരള നിയമസഭയിൽ ഒരു ചർച്ച വെച്ചിട്ട്, അല്ല എന്താണ് അതിൻ്റെ നടപടിക്രമം വെച്ചിട്ട്, മുല്ലപ്പെരിയാർ ഒരു പ്രശ്നവുമില്ല, ജനങ്ങൾ ഭയക്കണ്ട എന്ന് പറഞ്ഞങ്ങ് തീരുമാനിക്കട്ടെ. ഈ ഫയലുകൾ മുഴുവൻ അവസാനിപ്പിക്കട്ടെ. സുപ്രീം കോടതി കേസ് നടത്തണ്ട,
കേരളത്തിലെ പിന്നെ ഈ നമ്മളെപ്പോലെ ദരിദ്രമായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തു നിന്ന് എന്തിനാ ഇങ്ങനെ വക്കീൽ ഫീസും കൊടുത്ത് കേസും നടത്തി ഒരു വശത്തൂടെ സുപ്രീം കോടതി കയറി ഇറങ്ങുന്നത്? ഒരാവശ്യമില്ല, നിങ്ങളൊന്നും പേടിക്കാനില്ല, മുല്ലപ്പെരിയാറിൽ ഒന്നുമില്ല എന്നങ്ങ് ഗവൺമെൻറ് അസന്നിഗ്ധമായിട്ട് അങ്ങ് പറയട്ടെ. പിന്നെ ജനത്തിന് എന്താ പ്രശ്നം? പിന്നെ സംഭവിച്ചാൽ വിധിയാണെന്ന് കരുതാം. അങ്ങനെ പറയാത്തിടത്തോളം കാലം 79 മുതൽ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിനകത്ത് ആരാ കുറ്റക്കാർ? ഇത് പറയുന്നത് നമ്മളാണോ കുറ്റക്കാർ? അല്ല, ഇത് കേൾക്കുന്നവരാണോ കുറ്റക്കാർ? ഇതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് പറയണം, ഒന്നുകിൽ പറയണം ഇത് ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് ഇതിൻ്റെ താഴ്വരയിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ജസ്റ്റിസ് കെ.ടി. തോമസ് 2012 പിന്നെ 14 മറ്റാണ് എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിൽ അഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് 6 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഫിയർ സൈക്കോസിസ് ആണ്. അവർക്ക് പിന്നെ ഭയം കൊണ്ടുള്ള മാനസിക വിഭ്രാന്തിയിലാണ്. എടുത്തു പറഞ്ഞിട്ടുണ്ട് 6 വയസ്സിനും അദ്ദേഹത്തിൻ്റെ വിയോജനക്കുറിപ്പിൻ്റെ 6 പോയിന്റുകളുള്ള വിയോജനക്കുറിപ്പിൻ്റെ 1ാമത്തെ പോയിന്റിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 6 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഫിയർ സൈക്കോസിസ് ആണ്. ഇപ്പോൾ ആ കുട്ടികൾക്ക് 12, 24 വയസ്സായി. 2014 മറ്റേ എന്തായാലും ഇപ്പോൾ അവർക്ക് 20 വയസ്സിന് മുകളിൽ പ്രായമായി. 6 വയസ്സുകാർക്ക് ഇപ്പോൾ 10, 18 വയസ്സായി. ആ കുട്ടികൾ ഈ 18, 24 വയസ്സ് പ്രായപരിധിയിലുള്ള മുല്ലപ്പെരിയാറിൻ്റെ താഴ്വരയിൽ താമസിക്കുന്നവരെല്ലാം മാനസിക രോഗികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത്രത്തോളം അവരത് ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടെന്നൊരു സുപ്രീം കോടതിയുടെ ഒരു മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് കെ.ടി. തോമസ് രേഖാമൂലം എഴുതി സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത് ആധികാരികമായ രേഖയല്ലേ? ആ രേഖയെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് എന്ത് നടപടി എടുത്തു? ആ താഴ്വരയിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുത്തോ? അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു താല്പര്യവും ഇല്ല. അത് മാത്രമല്ല, 2014 വിധിയിൽ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം എന്നും ഇതിങ്ങനെ വ്യവഹാരമായി നിൽക്കാനല്ല, പരിഹാരം. ആ പരിഹാരമായിട്ട് പറഞ്ഞിരിക്കുന്ന പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യം, ഇതിന് ബലക്ഷയം ഉണ്ടെങ്കിൽ, എന്നിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയപ്പെടുന്നു എന്ന് വെച്ചാൽ കോടതിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് കേരളം ബാധിക്കുന്നത്, ശരി അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 നിർദ്ദേശങ്ങളെ പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ, ഒന്ന് ടണലിൻ്റെ കാര്യത്തിലും ഒന്ന് ഡാമിൻ്റെ കാര്യത്തിലും. നിങ്ങൾ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ സമവായം ഉണ്ടാക്കിയിട്ട് സുപ്രീം കോടതിയിൽ സമീപിക്കുക, തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഈ 2014 സുപ്രീം കോടതി വിധി വന്നിട്ട് ഇപ്പം 12 വർഷമായി. എത്ര തവണ ചർച്ച ചെയ്തു കേരളം? ആരെങ്കിലും ഇതിൻ്റെ പിന്നാലെ എല്ലാം മഴ പെയ്ത് ഇത്തരം പ്രളയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾ ഭയപ്പെടും, സ്വാഭാവികമല്ലേ? ഇപ്പോൾ അതല്ലാതെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ മലയോര മേഖലയിൽ താമസിക്കാൻ ഭയമാണല്ലോ. മണ്ണിടിച്ച്, താഴ്വരയിൽ വെള്ളപ്പൊക്കം, എല്ലായിടത്തും ഭയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും ഭാരമുള്ള, ഇത്രയും പഴക്കമുള്ള ഒരു അണക്കെട്ടും കൂടെ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും ഗവൺമെൻറ് പറയുന്നതും പറഞ്ഞിട്ടുള്ളതും അണക്കെട്ട് അപകടാവസ്ഥയിലാണെന്ന്. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാറ്റിയും തിരിച്ചും പറയരുത്. 2011 പിണറായി വിജയൻ തന്നെയാണ് CPM ജനറലിൻ്റെ സെക്രട്ടറി ആയി, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. പിന്നെ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇവിടെ മറൈൻ ഡ്രൈവ് വരെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പറഞ്ഞു മിണ്ടിപ്പോരുത്, മുല്ലപ്പെരിയാറിനെ കുറിച്ച് മിണ്ടിപ്പോരുത്, പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കിയാൽ എല്ലാവരുടെയും പേര് കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെ മാറി? 12-ന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അണക്കെട്ടിൻ്റെ പേര് കിളുത്തോ? എന്താ സംഭവിച്ചേ? പറയുന്ന നിലപാട് കൃത്യമായിരിക്കണം. ജനങ്ങളോട് ഒരിക്കൽ നിന്നിട്ട് പറയുകയും പിന്നെ അത് അങ്ങനെ അല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിയമസഭ പറഞ്ഞാൽ മതി, അല്ലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചാൽ മതി, തീർന്നു. ഞങ്ങൾ ഇനി കേസിനും ഇല്ല, വഴക്കിനും ഇല്ല, ഒന്നുമില്ല, പുലിയിച്ചാൽ ഞങ്ങളുടെ വഴക്ക് തീർന്നു എന്ന് പറഞ്ഞ് തമിഴ്നാടിനോടും പറഞ്ഞ് നമ്മൾ പിന്നെ സഹോദരരാണ് എന്ന് പറഞ്ഞ് തീർക്കുക. മുമ്പ് വിജയുടെ കാര്യം പറഞ്ഞു, എനിക്കത് അന്നേരം പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ടോ? വിജയ് മുഖ്യമന്ത്രിയാണ്. ഇനി വിജയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു ആനുകൂല്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. വിജയുടെ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളാണ് വിജയ്ക്ക് മുഖ്യം. ബാക്കിയൊക്കെ 2ാമത്തെ കാര്യം. വിജയിന് സിനിമയിൽ അഭിനയിക്കുന്നില്ല, മലയാളിയുടെ സ്നേഹമൊന്നും വേണ്ട, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ആനുകൂല്യത്തിനല്ല നിൽക്കേണ്ടത്. നമ്മളുടെ നിലപാട് തമിഴ്നാടിനെ ബോധ്യപ്പെടുത്തണം, തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അതിനു മുമ്പേ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതുണ്ടോ ഇല്ലയോ? കൊച്ചാണാണോ പെണ്ണാണോ എന്ന് പറ, സർക്കാർ പറ. എന്തായാലും ഈ ഓപ്പറേഷൻ സമുദ്രയൊക്കെ പ്രഖ്യാപിച്ച് തീരദേശ മേഖലയിലുള്ള ചരക്ക് നീക്കവും വലിയ പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവസാനം കരയുണ്ടാവില്ല, പിന്നല്ലേ തീരം. മുഖ്യമന്ത്രി അതാണ് വി ഡി സതീശനും സംഘവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനം ഉണരണം. ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാതെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാതെ ആരും കൊണ്ടുവന്ന് തരും എന്ന് തോന്നുന്നില്ല. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ കിട്ടുക, അതിനോട് ഞാൻ പറയാം, വലിയ തമാശയാണത്. ഞാൻ പറഞ്ഞല്ലോ, കരിങ്കൽ നിർമ്മിതിയാണ് ആ ഭാഗത്ത്. അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്
കരിങ്കല്ലാണ്, പ്രധാന നിർമ്മിതി കരിങ്കല്ലാണ്. ബാക്കി കോൺക്രീറ്റ് മിക്സ് ചെയ്യും. അല്ലെ ഒരു എന്തെങ്കിലും ഒരു നിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര വിദഗ്ധരായ മേസ്ത്രിമാരെ വെച്ചിട്ടാണ്, അല്ലെ ആ പണി അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ ഉപയോഗിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച കാലഘട്ടത്തിലെ മേസ്ത്രിമാരെന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയുണ്ടോ? മേസ്ത്രി എന്ന് പറയുന്നത് അതായത് കരിങ്കൽ നിർമ്മിക്കുമ്പോൾ കരിങ്കൽ കെട്ട് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ നാട്ടിലുണ്ട്. ഇത് കമ്പത്തൊക്കെയുള്ള, കമ്പത്ത്, കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെയുള്ള സാധാരണക്കാരായ ആളുകൾ. ഈ എറണാകുളത്ത് നിന്ന് പോർച്ചുഗീസുകാരാണ് തടിപ്പണികൾ, കാരണം അവർക്ക് ഷെഡൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ അവിടെ പോയി ജോലി ചെയ്ത് എറണാകുളത്ത് നിന്നുള്ള പോർച്ചുഗീസുകാരാണ്. ബാക്കി വന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന്, അതായത് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അന്ന് 38 പൈസയാണ് കൂലി. അത് തന്നെ വലിയ കൂലിയാണെന്ന് പറയുന്നത്, ഗൾഫിലെ കൂലി. അതുകൊണ്ട് അവന്മാർ ഈ പൈസ കിട്ടിക്കഴിയുമ്പോൾ തിരിച്ചു പോയാൽ പിന്നെ വരിക എന്നാണ് പറയുന്നത്, അത്ര പൈസ ഒരുമിച്ച് കിട്ടും. അപ്പോൾ അത് അവിടുത്തെ റിസ്ക്, അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഒത്തിരി, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് അവിടുത്തെ ജോലി അതാണ്. എഴുതാനും വായിക്കാനും അറിയാവുന്നവരെല്ലാം കങ്കാണിമാരായിരുന്നു, അവരായിരുന്നു സൂപ്പർവൈസർമാർ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അത്, എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മതി. പിന്നെ അവർ ആളുകളെ കൊണ്ടുവരുന്നു, പണിയുന്ന, അവർക്ക് ഇങ്ങനെ പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. മേസ്ത്രി, ഞാൻ മുമ്പേ പറഞ്ഞ പിന്നെ സായിപ്പിൻ്റെ ചരിത്രത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡയലോഗ്, ഭയങ്കര രസകരമായൊരു ഡയലോഗുണ്ട്. മോഷ്ടിച്ചെടുത്തിട്ടോ കടം വാങ്ങിയിട്ടോ ഒരു കരണ്ടിയും ഒരു ജോഡി ബൂട്ടും വാങ്ങാൻ കഴിയുന്ന ഏതൊരാളും മുല്ലപ്പെരിയാറ്റിലെ മേസ്ത്രിമാരായിരുന്നു. എന്നാൽ അവർക്ക് അത്രയും യോഗ്യത. കരണ്ടി എന്തിനാന്ന് പോലും അറിയത്തില്ല, കഞ്ഞിക്കോരി കുടിക്കാനാണ്, ചാന്ത് തേക്കാനാണ്, ചാന്ത് എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം മേസ്ത്രിമാരായി നാട്ടിൽ വന്നു. കാരണം ചെറ്റക്കുടിലുകളും അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മേസ്ത്രിമാർക്ക് തൊഴിലില്ല. അപ്പോൾ അവിടെ മേസ്ത്രിമാരില്ല. മേസ്ത്രിമാരായി വന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. കടം മേടിച്ചിട്ടോ മോഷ്ടിച്ചെടുത്തിട്ടോ ഒരു ജോഡി ബൂട്ടും, കാരണം ബൂട്ടൊന്നും ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു ജോഡി ബൂട്ടും ഒരു കരണ്ടിയുമായിട്ട് വന്നവരൊക്കെ മേസ്ത്രിമാരായിരുന്നു എന്നാണ് മാക്കൻസി ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലാത്ത ആളുകളാണ് ഇത് നിർമ്മിച്ചതെന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു. ഓക്കെ, എന്തായാലും നമ്മളെ രക്ഷിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിനും കാൾ ഇതിന് കഴിയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളാണ്, നമ്മുടെ ഭരണകൂടമാണ്. അവരൊക്കെ കണ്ണു തുറക്കട്ടെ. ജനം പുതിയ ഡാമിന് വേണ്ടി അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങളുമായി സമരമുഖത്തേക്ക് എത്തിയാൽ മാത്രമേ ഇവർ കണ്ണു തുറക്കുള്ളൂ. ഇതിനുവേണ്ടി മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി മനുഷ്യച്ചങ്ങല പിടിച്ചവരൊക്കെ അധികാരത്തിലെത്തിയിട്ട് തിരിച്ച് കൊങ്ങനം കുത്തി കാണിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത്. താങ്ക് യു സർ. ഓക്കെ.